വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ എന്നോട് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ബ്രോ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ 3 ഡിപ്പാർട്ട്മെന്റിലാണ് മെയിനായിട്ട് പോകാൻ സാധിക്കുക. ഒന്ന് QC ഡിപ്പാർട്ട്മെന്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, സൈറ്റ് എഞ്ചിനീയർ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത് മെയിൻലി ട്രെയിനിങ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടായിരിക്കും. ഈ സൈറ്റ് എഞ്ചിനീയേഴ്സിന് ഒരു 8 റെസ്പോൺസിബിലിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഞാനത് എഴുതി വെച്ചിരിക്കുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത് ഐസോമെട്രിക് ഡ്രോയിങ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. റീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ് അനുസരിച്ചായിരിക്കും ഈ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ഡയറക്ഷൻസും ഇത്ര ഡയമെൻഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഇത്രാമത്തെ പൊസിഷനിലാണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലാഞ്ച് വെച്ചിരിക്കുന്നത്, എൽബോ വെച്ചിരിക്കുന്നത്, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് നോക്കിയിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഡയമെൻഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ അതിന്റെ ഡയറക്ഷൻസ് നോർത്ത് ആണോ, സൗത്ത് ആണോ, ഈസ്റ്റ് ആണോ, ഏത് ഡയറക്ഷനിലാണോ അത് വെക്കേണ്ടത്, കറക്റ്റ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ അറിയണം. പിന്നെ PNID, പൈപ്പിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ഡ്രോയിങ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ എവിടെയാണ് ഈ സാധനം കൊണ്ട് വെക്കേണ്ടത് എന്നുള്ളത്. ഒരു പ്ലാന്റ് തന്നെ വലിയൊരു പ്ലാന്റ് ആയിരിക്കും, ആ പ്ലാന്റിൽ കറക്റ്റ് ലൊക്കേഷനിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ആ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ PNID വായിച്ചിട്ട് നിങ്ങൾക്ക് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. PNID നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ. ഒരു മിനിമം ഒരു 1 മന്ത് ഒന്നതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PNID സിമ്പിളായിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ആയിട്ടുള്ള മെയിൻ പോയിന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ജോബ് എന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ചെയ്യാനുള്ള വർക്ക് നമ്മുടെ താഴെയുള്ള ആൾക്കാരുണ്ടാവല്ലോ, ഫാബ്രിക്കേറ്റർ ആയിക്കോട്ടെ, സൂപ്പർവൈസർ ആയിക്കോട്ടെ, അവർക്ക് ജോബ് ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇത്ര സമയം കൊണ്ട് നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടായിരിക്കും. പ്ലാനിങ് എഞ്ചിന് നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടായിരിക്കും. ഈ കാര്യം നമ്മൾ 1 മാസം കൊണ്ട് തീർക്കണം. അപ്പൊ 1 മാസത്തേക്കുള്ള പ്ലാനിങ് നമ്മൾ ഫസ്റ്റ് ജോബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇടയിൽ 4 സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ 4 സൂപ്പർവൈസറും, ചിലപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയർ തന്നെയായിരിക്കും സൂപ്പർവൈസർ. അപ്പൊ ജോബ് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്ര ഏരിയ കവർ ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽ അറേഞ്ച്മെന്റ്. ഈ ജോബ് ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മുടെ സൈഡിലുണ്ടോ? മെറ്റീരിയൽ ഇല്ലെങ്കിൽ അത് നമ്മുടെ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്ര മെറ്റീരിയൽ വേണം നമുക്ക് ജോബ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ജോബ് ചെയ്യാനായിട്ട് ഇടയിൽ ഒരു മെറ്റീരിയൽ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടേത് കഴിവുകേടായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ വരുന്ന മെറ്റീരിയൽസ്, നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള അത് വെച്ച് ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് റിക്വയർമെന്റ് കൊടുക്കണം. ഈ സാധനമൊന്നും ഇല്ല, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടണം, എന്നാലാണ് നമ്മുടെ ജോബ് തടസ്സമില്ലാതെ പോവുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. മെറ്റീരിയലിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനെ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ബാക്കപ്പ് അല്ലെങ്കിൽ അതിനെ റിമൈൻഡർ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ ഹയർ ഒഫീഷ്യൽസിനെ അറിയിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മെക്കാനിക്കൽ ക്ലിയറൻസ് ആണ്. നമ്മളുടെ മെക്കാനിക്കൽ ക്ലിയറൻസ് കഴിഞ്ഞാലാണ് QC സെക്ഷന്റെ ജോബ് സ്റ്റാർട്ട് ആവുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഈ ഐസോമെട്രിക് ഡ്രോയിങ് പ്രകാരം നമ്മുടെ ഇറക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹൈഡ്രോ ട്രസ്റ്റിനും അല്ലെങ്കിൽ QC ക്ലിയറൻസിനും മുന്നായിട്ട് നമ്മൾ മെക്കാനിക്കൽ ക്ലിയറൻസ് കംപ്ലീറ്റ് ചെയ്താലാണ് QC ഡിപ്പാർട്ട്മെന്റ് അവരുടെ QC ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെല്ലാം ചെയ്ത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും നമ്മൾ QCക്ക് വേണ്ടിയിട്ട് ഈ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് QC ടെസ്റ്റിങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമ്മൾ മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ നമ്മളനുസരിച്ചുള്ള ഡ്രോയിങ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ റിലീസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് QCക്കാർ നല്ല പണി തരും. അല്ലെങ്കിൽ നമ്മുടെ ജോബിന് തന്നെ വലിയൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ QCയും മെക്കാനിക്കലും തമ്മിൽ മെയിൻലി, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ തമ്മിൽ മെയിൻലി തല്ല് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവർ അത് ചെയ്തിട്ടില്ല, നമ്മൾ ഇത് ചെയ്തിട്ടില്ല, അത് അവരുടെ പ്രശ്നമാണ്, ഇത് നമ്മുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ QC മെക്കാനിക്കലും ഒരു കോമ്പിനേഷനിൽ നടന്നാൽ മാത്രമാണ് ഈ കാര്യം ഒരു നല്ല രീതിയിൽ പോവുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രോ ടെസ്റ്റ് ആണ്. മാക്സിമം വലിയ സൈറ്റുകളിൽ ഹൈഡ്രോ ടെസ്റ്റിന് വേറെ ടീം ഉണ്ടായിരിക്കും. ഈ QC ടെസ്റ്റിംഗ് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഹൈഡ്രോ ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ന്യൂമാറ്റിക് ടെസ്റ്റ്, നമ്മുടെ ഹൈഡ്രോ ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പ്രഷർ ടെസ്റ്റ് ആണ്. പിന്നെ ന്യൂമാറ്റിക് ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ എയർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വല്ല ലീക്കുകളോ കാര്യങ്ങളോ ഉണ്ടാവും. നമ്മൾ ഇതിൽ കൂടെ ശരിക്കും ഓയിലോ ക്രൂഡോ കടത്തി വിടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ പാടില്ല. അതിന് മുന്നേ എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ട്
അത് സർട്ടിഫൈ ചെയ്യണം. അതിന്റെ ഹൈഡ്രോ ടെസ്റ്റിന്റെ ആക്ടിവിറ്റി മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റിന്റെ എന്താ പറയാ ഓപ്പറേഷന് മുന്നായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിറങ്ങിയ ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഹൈഡ്രോ ടെസ്റ്റിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം ക്ലിയർ ആയിട്ടുള്ള പ്ലാന്റ് റൺ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ലാസ്റ്റത്തെ ഒരു പ്രോസസ്സാണ് ഈ റീസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഹൈഡ്രോ ടെസ്റ്റ് ഒരു പാക്കേജ് എന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് പാക്കേജ് എന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിലെല്ലാ കാര്യങ്ങളും ഫുള്ളായി എന്ന് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷമാണ് റീസ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാലാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിയുന്നത്. അപ്പോഴാണ് നമ്മളൊരു ടെസ്റ്റ് പാക്കേജ് കംപ്ലീറ്റ് ആവുന്നത്. ഇതൊക്കെയാണ് മെയിൻലി മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു 8 ആക്ടിവിറ്റീസ് ആണ് മെയിൻ വരുന്നത്. ഇതൊക്കെ ലോങ് പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ 2 മാസമോ, ചിലപ്പോൾ പ്ലാന്റ് 5 കൊല്ലത്തെ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 4 കൊല്ലോ 5 കൊല്ലൊക്കെ ആവും. അപ്പോൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ നമ്മൾ ചിലപ്പോൾ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റുകളാണ് ഉണ്ടാവുക. ഞാൻ ടോട്ടലായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ അടിയിൽ വരുന്ന പൈപ്പിങ്ങിൽ വരുന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനിമാതിരി സ്ട്രക്ചറിലുണ്ട്. അപ്പോൾ മെയിൻലി പൈപ്പിംഗ് ആണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയുന്ന നോളജ് വെച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.